യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ Q&A ചെയ്യാണ്. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ Q&A. അപ്പൊ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ആണെങ്കിൽ അമ്മയുണ്ട്, പിന്നെ നമ്മുടെ വാക്കുട്ടി ഉണ്ട് കേട്ടോ. വാക്കുട്ടി നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കണേ. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് Q&Aയിലേക്ക് പോവാട്ടോ. അപ്പം എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അമ്മൂസാട്ടോ ചോദിച്ചേക്കണേ. ഈ ബ്യൂട്ടിയുടെ സീക്രറ്റ് ഒന്ന് ഷെയർ ചെയ്യോ അഞ്ജുച്ചി എന്നാണ് ചോദിച്ചേക്കണേ. എൻ്റെ ശരിക്കുള്ള പേര് അഞ്ജലി എന്നാണ്, വീട്ടിലുള്ള പെറ്റ് നെയിം ആട്ടോ ചിന്നു എന്നുള്ളത്. അപ്പൊ എന്നെ എല്ലാവരും ചിന്നു എന്നാണ് വിളിക്കുന്നത്, എനിക്ക് എന്നെ ചിന്നു എന്ന് തന്നെ വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം അഞ്ജലി ജയകുമാർ എന്നാട്ടോ. അപ്പം ഈ ബ്യൂട്ടിയുടെ സീക്രറ്റ് ഒന്ന് ഷെയർ ചെയ്യോ? അപ്പൊ പ്രത്യേകിച്ച് ബ്യൂട്ടിയുടെ സീക്രറ്റ് ഒന്നുമില്ല. നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോസ് എടുത്താൽ കാണാം. അല്ല, പണ്ടത്തെ വീഡിയോസ് അല്ല, ഞാൻ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ടാണ് ഞാൻ മെലിഞ്ഞിട്ട് അത്രയും കളറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറും അതുപോലെ തന്നെ ഓരോ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത്തിരി കളർ വെച്ചതും. അതുപോലെ തന്നെ തടി വെച്ചപ്പോൾ ഭയങ്കര പണ്ടത്തെ കൊലത്തിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിന്? പണ്ട് കളർ ഇത്തിരി കുറവായിരുന്നു, ഇത്ര കളർ ഉണ്ടായിരുന്നില്ല, പിന്നെ തടിയും കുറവായിരുന്നു. ഇപ്പൊ പിന്നെ പാകത്തിന് തടി, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല തടിയായിരുന്നു, ഭയങ്കര അമ്മേനെക്കാട്ടും തടിയായിരുന്നു. ഇപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്തു. ഇപ്പൊ അങ്ങനെ ഫുഡ് അത്ര ഓവറായിട്ട് കഴിക്കണമെന്നില്ല, ന്യൂട്രീഷ്യസ് ഫുഡ് മാത്രമേ അവള് അങ്ങനെ കഴിക്കുള്ളൂ. ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കട്ടോ, ചിലപ്പോ വല്ലപ്പോഴൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ നാട്ടിലുള്ള പോലെ ഒന്നും അങ്ങനെ ഇവിടെ കഴിക്കാറില്ല. പിന്നെ ഇപ്പൊ അവള് മുഖത്ത് സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടൊക്കെ നല്ല മാറ്റവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ അമ്മൂസാട്ടോ, അമ്മൂസിന്റെ ചങ്കാണ്, മൈ ഫേവറേറ്റ് ആണ്. അപ്പം കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല, സ്കിൻ കെയറും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കും, നല്ല വെള്ളവും കുടിക്കും കേട്ടോ. അപ്പൊ അതാണ് എൻ്റെ ബ്യൂട്ടിയുടെ രഹസ്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡ്, നമ്മുടെ എല്ലാവരും പേര് ഞാൻ എടുത്ത് വായിക്കണോ? വേണമെങ്കിൽ ഞാൻ വായിക്കാം കേട്ടോ. അപ്പൊ അടുത്തത് ചോദിച്ചിരിക്കണത് നമ്മുടെ അഷ്ടേച്ചാണ്. എനി ഫണ്ണി ഇൻസിഡന്റ് ആഫ്റ്റർ മാരേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഫണ്ണി ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടുബാബി ആണെങ്കിൽ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടുബാബി ആണെങ്കിൽ എന്തോ പറഞ്ഞ് വഴക്കൂടി തല്ലൂടി ഇരിക്കാണ്. അപ്പൊ വഴക്ക് യൂഷ്വലി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് ഉണ്ടാവാറില്ല അല്ലമ്മ. അപ്പൊ എങ്ങനെയെങ്കിലും ഞങ്ങള് മിണ്ടും അന്നത്തെ ദിവസം തന്നെ. പക്ഷെ അന്നാണെങ്കിൽ ഏട്ടുബാബി മനഃപൂർവ്വം 2 ദിവസം വഴക്കുണ്ടാക്കി. അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലും സങ്കടവും ഇതൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഏട്ടുബാബി എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ട് കാട്ടുണ്ടായിരുന്നെന്ന്. പിന്നെ ഓണത്തിന്റെ സമയമായിരുന്നു, സെപ്റ്റംബർ ഓണം. അപ്പൊ ആ സമയം ഇപ്പൊ നാട്ടിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചപ്പോ ഞാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്നുന ഒന്നും കൂടി വിഷമായി, വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് വിഷമിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ആള് റിപ്ലൈ ഒന്നും തരില്ല. അപ്പോൾ കരച്ചിലും വീഴ്ചിലായി വീട്ടില്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയം നേരെ വൈകിട്ട് ഉറങ്ങിയത്. അപ്പൊ ഏട്ടനാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സും പിന്നെ ഇതൊക്കെ അയച്ചു തന്നെ, എനിക്കൊരു പ്രഗ്നൻസി കിറ്റ് വരുന്നുണ്ട്. പ്രഗ്നൻസി കിറ്റ് അല്ല, പ്രഗ്നൻസി കിറ്റ് വരുന്നുണ്ട്. പ്രഗ്നൻസിയുടെ അല്ല, ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റൽ കിറ്റ് വരുന്നുണ്ട്. നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം, അവർക്ക് ലൊക്കേഷനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ഒക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ. ഞാൻ പല്ലും കൂടി തേച്ചിട്ടില്ല കേട്ടോ. ഞാൻ അന്നൊക്കെ യൂഷ്വലി ഭയങ്കര വൈകിട്ട് എണീക്കാറ്, ഒരു 10 മണി 11 മണിക്കൊക്കെയാണ് എണീക്കാറ്. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. മീൻസ് വേറെ രീതിയിലല്ല, എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിട്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. ഇവരാണെങ്കിൽ നിർബന്ധിക്കൂല, നേരത്തെ എണീക്കോ ഒന്നും പറയാറുമില്ല. അപ്പോൾ നോക്കേ, അപ്പോഴാണെങ്കിൽ അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മുടെ വാക്കുട്ടിയാണെങ്കിൽ അവിടെ പോയിട്ടോ, ലൂസായിട്ട് ഭയങ്കര കളിയും ഇതായിരുന്നു. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതാട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടുബാബി ആണെങ്കിൽ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. എന്നോടാണെങ്കിൽ പുറത്ത് പോവാൻ, ഞാൻ പല്ല് തേച്ചിട്ടില്ല, മുടിയൊക്കെ മേലെ കെട്ടി വെച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വയറൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടിട്ടല്ലേ ഞാൻ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അവള് ചെറിയ ഡ്രസ്സൊക്കെ ഇടല്ലോ, ചൂടെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് എപ്പോഴും ഭയങ്കര വിമിഷ്ടമൊക്കെയാണ് ആ സമയത്ത്. അപ്പോൾ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഞാനാണെങ്കിൽ പുറത്ത് ഏട്ടൻ പുറത്തിറങ്ങുക, അവിടെ ആള് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്ന് പയ്യെ നിൽക്കണ സമയത്ത് ഇതേ ഏട്ടൻ അവിടെ നിൽക്കണു.
എന്റെ അമ്മോ, എനിക്ക് പകുതി ബോധമില്ലാത്ത പോലെ ഞാനിങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നിക്ക. കാരണം എന്റെ ഏട്ടൻ അവിടെയാണ്, ദുബായിലാണ് എന്റെ അറിവില്. ഇതെങ്ങനെ പെട്ടെന്ന് ഏട്ടൻ കിട്ടുമെന്ന്. അതും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഏട്ടൻ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ബ്ലാക്ക് കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഏട്ടൻ അവിടെ നിക്ക. നോക്കുമ്പോ ഇത്തിരി കൂടി ഭംഗി വെച്ചിട്ട് ഞാനാകെ അന്തം വിട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കാം. എന്നിട്ട് പല്ലൊക്കെ കണ്ടാണെങ്കിൽ ഞാൻ ഏട്ടന് പോയിട്ട് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് അതെനിക്കൊരു ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ ഏട്ടൻ എന്നിട്ട് നേരെ തന്നെ വേഗം കുളിച്ച് ഡ്രസ്സ് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് വേഗം ഇവിടെ പോയി. കുറച്ച് 3-4 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അവര് വേഗം പോയിട്ട് ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അവള് പോകുന്നു വിചാരിച്ചിട്ടില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ വിഷമായി. അപ്പൊ ഞാൻ അവളോട് വിളിച്ചു ചോദിച്ചു, ചിന്നു നീ എവിടെയാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അവിടെ ജോസ് ആലുക്കാസിലാണ് ഏട്ടൻ എനിക്ക് ഒരു ഡയമണ്ടിന്റെ നെക്ലസും ഇതൊക്കെ എടുത്ത് തന്നു അമ്മയെന്ന് പറഞ്ഞു. എനിക്ക് ആകെ എനിക്ക് ഇത് എന്തിട്ടാ ശരിക്കുള്ളതാണ്, ഇത് എന്തൊക്കെ ഇവിടെ നടക്കണേ, ലൈക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതായിട്ട് എനിക്ക് ഭയങ്കര, ഏട്ടൻ എപ്പോഴും പറയും നീ വന്നിട്ട് നിന്നിട്ട് എന്തുട്ടാ ഒരു വികാരവും ഇല്ല, ഒരു എന്നിട്ടാ നീ ഇങ്ങനെ രാഹുലിനെ കണ്ടപ്പോ ഇവിടെ ആകെ എന്താ പറയുക, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് ലൈഫില്. ഞാൻ ഇങ്ങനെ ഒരു പകച്ചിട്ട് ഇങ്ങനെ നിക്ക, സന്തോഷം ഉണ്ട് അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു ആ ടൈമില്. അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് ചിരിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫണ്ണി മൂമെന്റ്സ് ആണ് ഞങ്ങളുടെ ഇടയിൽ ഓരോ കാര്യങ്ങളും. പിന്നെ ഞങ്ങള് രാഹുൽ എന്തുണ്ടെങ്കിലും അത് അപ്പൊ പറയില്ല, ആ സമയത്ത് സർപ്രൈസ് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇവൾക്ക് ഡ്രസ്സ് തന്നെ ഓർഡർ ചെയ്താലും അത് പറയില്ല, സർപ്രൈസ് ആയിട്ടാണ് ഏട്ടനെ. ഇപ്പൊ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഫണ്ണി മൊമെന്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ വാഷ്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിക്കും, എന്നിട്ട് എന്നെ പേടിപ്പിക്കും. അതുപോലെ തന്നെ ഏട്ടൻ ഞാൻ ഇപ്പോൾ വാഷ്റൂമിൽ പോവാണെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫണ്ണി മൊമെന്റ്സും കാര്യങ്ങളും. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഫണി ഇവിടെ. അപ്പൊ അതാട്ടോ എനിക്ക് ഒരു ഓർത്തിരിക്കാൻ പറ്റിയിട്ടുള്ള എപ്പോഴും ഉള്ള ഒരു ഫണ്ണി മൊമെന്റ്. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, ഫേവറേറ്റ് പ്ലേസ് എന്താണ്, ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫിലിം ആക്ടർ ആക്ട്രസ്. ഇത് നമ്മുടെ ഹിമ കേട്ടോ ചോദിച്ചേക്കണേ. അപ്പം HJ എന്നാണ്, ഹിമ ജോളി എന്നാണ് കേട്ടോ എഴുതിയേക്കണേ. അപ്പൊ ഹിമ കേട്ടോ നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കണേ ഏതാണ് ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് പ്ലേസ്, അതൊക്കെ. അപ്പം ഫേവറേറ്റ് ഫുഡ് അമ്മയ്ക്ക് എന്താണെന്ന് അറിയാം, എൻ്റെ അവൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഇത് ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ നൂഡിൽസ് ഒക്കെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ചില്ലി ചിക്കൻ ആൻഡ് പൊറോട്ട എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കിട്ടിയാലും ഞാൻ ഭയങ്കര സംതൃപ്തിയാണ്, എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. ചിക്കൻ ബിരിയാണി അമ്മ പറഞ്ഞ പോലെ എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ വക ഫുഡുകളോട് ചിക്കൻ 65 അങ്ങനത്തെ ഫ്രൈ ഐറ്റംസിനോടൊക്കെ ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വീണ്ടും ഡയറ്റ് ചെയ്യണം, കാരണം ഭയങ്കര ഫുഡ് അടിയാണ് ഇപ്പോൾ വണ്ണം വെച്ചു എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം എനിക്കിനി കൺട്രോൾ ചെയ്യണം, അതാണ് ഇനി. അപ്പം അതാട്ടോ ഫേവറേറ്റ് ഫുഡ്. പിന്നെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ് അമ്മ? എവിടെ, ദുബായ് അല്ല ഇവിടെയല്ല നിനക്ക് ഇഷ്ടം? എനിക്ക് ഫേവറേറ്റ് പ്ലേസ് എപ്പോഴും നാടാട്ടോ. ഫേവറേറ്റ് പ്ലേസ് ദുബായും ഇഷ്ടമാണ്. ഏറ്റവും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ദുബായ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് യൂഷ്വലി എനിക്ക് നാട്ടിൽ ഞങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകാനും, ഇവിടെ പുറത്തു പോകണില്ല എന്നല്ല ഏട്ടൻ കൊണ്ടുപോകണൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സാറ്റർഡേ സൺഡേ രാഹുലിന് ഓഫ് ആവുള്ളൂ. അവിടെ ആണെങ്കിൽ എനിക്ക് തന്നെ കാർ എടുത്തിട്ട് ഞാൻ അമ്മ വാ പോവാ അല്ലെങ്കിൽ അച്ഛൻ വാ പോവാ പറഞ്ഞിട്ട് വൈബ് അടിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടമുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നാടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ ഫേവറേറ്റ് കളർ ഏതാണ്? എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആണോ? അല്ല, ബ്ലാക്ക് അല്ല എന്റെ ഫേവറേറ്റ് കളർ. എന്റെ ഫേവറേറ്റ് കളർ റെഡ് ആട്ടോ. എനിക്ക് അറിയില്ല, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ആണ് ഡ്രസ്. എനിക്ക് ഏറ്റവും ശരിക്കും എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. പക്ഷെ എനിക്ക് പറയുമ്പോ റെഡ് എന്നാണ് എപ്പോഴും പറയാ. അതെന്താന്ന് എനിക്കറിയില്ല, അതിന്റെ സൈക്കോളജി. എപ്പോഴും എനിക്ക് റെഡ് എങ്ങനെ പറയാൻ തോന്നും, എന്താന്ന് അറിയില്ല. ലവിന്റെ സിമ്പിൾ ആണ് റെഡ്, അതുകൊണ്ടായിരിക്കും തോന്നണു. പിന്നെ ഫേവറേറ്റ് ഫിലിം ആക്ടർ ആക്ട്രസ് ഏതാണ് അമ്മയ്ക്കറിയോ? ഫേവറേറ്റ് ഫിലിം ആക്ടർ ആക്ട്രസ് ഏതൊക്കെയാണ്? ദുൽഖറിനെ എനിക്ക് ഇഷ്ടമാണ്. സൂര്യയാണ് എനിക്ക് ഇഷ്ടം. ദുൽഖറിനൊക്കെ ഇഷ്ടമാണ്, ബട്ട് സൂര്യനെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. സൂര്യയുടെ കുറെ മൂവീസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് സൂര്യ എന്ന് പറയാനാണ്, ഈ കളറിന്റെ പറഞ്ഞ പോലെ എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ മമ്മൂട്ടീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഫേവറേറ്റ് ഫിലിം അറിയോ? ഫിലിം എനിക്ക്
എനിക്ക് എപ്പോഴും ഞാൻ കാണാറുള്ള മൂവി മൺചിത്രത്താഴ് ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ഇഷ്ടമാണ്. കാർട്ടൂൺ മൂവീസ് ഒക്കെ ഇരുന്ന് കാണും, ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് മൂവീസ്. ഇങ്ങനെ പിന്നെ ഏതാ പുതിയ ഗരുഡൻ പുതിയ മൂവി അത് ഇഷ്ടമാണ്. പിന്നെ ജയ്ഹോ, ലൈക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവീസൊക്കെ ഒരുമാതിരി എനിക്ക് എല്ലാ പടങ്ങളും ഇഷ്ടമാട്ടോ, ഞാനിരുന്ന് കാണാറുണ്ട്. ആക്ട്രസ് ആരാന്ന് ചോദിക്കണ്ടേ, എനിക്ക് ആക്ട്രസിനെ നമുക്ക് നസ്രിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നയൻതാര, അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഫേവറേറ്റ് ആക്ട്രസ് ആരാ? സുരേഷ് ഗോപിനെ. സുരേഷ് ഗോപി അല്ല, ശോഭന. ആക്ടർ സുരേഷ്. ഞാന് ചമ കോമഡി ഒക്കെ പറയണത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, വെൻ യു ആർ കമ്മിങ് ബാക്ക്, പോയല്ലോ. വെൻ യു ആർ കമ്മിങ് ബാക്ക് ടു കേരള സോ ദാറ്റ് ഐ ക്യാൻ മീറ്റ് ആദുട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല ഞാനിനി എപ്പോഴാണ് നാട്ടിലേക്ക് വരണേ. എനിക്ക് ഓരോ സമയത്ത് ഓരോ മൂഡും കാര്യങ്ങളൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ഏട്ടാ ബുക്ക് ചെയ്യും, ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഇവരൊപ്പം പോട്ടെ പറഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച മുന്നേ വരെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരാഴ്ച മുന്നേ വരെ അവളോട് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. ആ സമയം ഇപ്പൊ ഞങ്ങള് പോകുന്ന സമയമായപ്പോഴേക്കും ഇവൾക്ക് സങ്കടം വന്നു തുടങ്ങി, ഇവൾക്ക് കരച്ചിലായി. ഒരാഴ്ചക്ക് പോയിട്ട് വരുന്നതാ. അപ്പൊ ഇവള് വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോ രാഹുലിന് അപ്പൊ പാവം തോന്നി, കരച്ചിലും ഇതൊക്കെ കണ്ടപ്പോ രാഹുലും ബുക്ക് ചെയ്തു, വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് പോകുന്നു. അവൾക്ക് ഉണ്ണീനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു. ഭാവിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ ഞാനല്ല അവന്റെ കൂട്ടുള്ളത്, കാരണം എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ മാത്രമല്ല ഭയങ്കര കുറുമ്പ. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇത് കാണുമ്പോ എനിക്ക് പറ്റില്ല. അപ്പൊ അമ്മയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈവൻ ഇപ്പൊ വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഇപ്പൊ ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അമ്മേനെ ഏൽപ്പിച്ച് എനിക്ക് പോവാം, അല്ലെങ്കിൽ അച്ഛനെ ഏൽപ്പിച്ച് പോകും. ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഇപ്പൊ ഒരു പ്ലേ പെൻ മേടിച്ചിട്ടുണ്ട്, എന്നാലും ഭയങ്കര ഇപ്പൊ കുറുമ്പ്. ഓരോ ദിവസം ഞാൻ പൊണ്ണൂന് കുറുമ്പില്ല പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണ്ടായിരുന്നു. ഒരു 90 കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിൽ പോയപ്പോ കൊറേ കുന്നിക്കുരൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ആണെങ്കിൽ അയ്യോ കുറുമ്പെന്തിനാ എത്ര കുറുമ്പായിരുന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ. അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ എപ്പോഴാ വരണേന്ന്. ഇവരെന്തായാലും 2 monthsന് ശേഷം ഇവര് നാട്ടിലേക്ക് പോകണ്ടായിരിക്കും. അപ്പൊ ഇവര് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പൊ എന്റെ കാര്യം ഞങ്ങളിപ്പോ 5-8 മാസമായി ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിക്കണേ. അപ്പൊ എനിക്കറിയില്ല എന്റെ കാര്യം എങ്ങനെയാന്ന്, നമുക്ക് നോക്കാം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടോ ചേച്ചിക്ക്? ഒരു ഹായ് തരുമ്പോ ബിഗ് ഫാൻ വാക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. ഒരു 10th വരെ ഞാൻ ഭയങ്കര പേടിയും ഒക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. +1 +2 കോളേജൊക്കെ ആയപ്പോൾ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഡാൻസ് കളിക്കാനാണെങ്കിലും അങ്ങനെയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. ആൾക്കാരെ കണ്ട് എനിക്ക് സംസാരിക്കാനോ അതിന് പേടിയൊന്നുമില്ല. അതെനിക്ക് മാറി. ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഇപ്പോൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ് ഇങ്ങനത്തെ ഒക്കെ. അപ്പൊ അങ്ങനെ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളൊന്നും ഇല്ല. പണ്ട് ഭയങ്കര ഫിയർ ആയിരുന്നു. അയ്യോ മുമ്പ് ഒരു +1 +2 ഒക്കെ ആയപ്പോഴോ അതോ ഡിഗ്രി ആയപ്പോഴോ ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു? ഡിഗ്രി ആയിരുന്നപ്പോഴാണ് ടിക്ടോക്ക് ഒക്കെ അവള് ചെയ്തു. അതെന്റെ ഒരു ഫ്രണ്ട്, ഒരു സാൻഡ്ര, ഒരു ബീഫു നാട്ടോ ഞാൻ വിളിക്കുക. അവളാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ടിക്ടോക്ക് ഇങ്ങനെ ആപ്പ്. അങ്ങനെ പിന്നെ ഞങ്ങള് അവളങ്ങനെ ചെയ്തു തുടങ്ങിയില്ല, ഞാൻ പിന്നെ അതിലേക്കായി. പിന്നെ ബാൻ ചെയ്തു, പിന്നെ ഞാൻ റീൽസിലായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ കുറച്ച് ഡീആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തോളട്ടെ. അപ്പോൾ എനിക്ക് Q&A കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എനിക്ക് അതിൽ റിപ്ലൈസും ക്വസ്റ്റ്യൻസും ഒക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ ഞാനത് ഇടാം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. സ്റ്റേജ് ഫിയർ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യണോണ്ട് എനിക്ക് അധികം സ്റ്റേജ് ഫിയറോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ചേച്ചി ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മഹേശ്വരി സിയാറ കേട്ടോ ചോദിച്ചാണ്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു അതായിരിക്കും നല്ലത്. ചെറുപ്പത്തിലൊക്കെ അവള് എവിടേക്കും കളിക്കാൻ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ചെറിയ കുട്ടി മീൻസ് 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ 2 കുട്ടികളുണ്ട്. അവരപ്പോൾ ഒക്കെ കളിക്കാൻ പോയി വിട്ട് കഴിഞ്ഞാൽ അവള് പോവില്ല. അപ്പം അമ്മ വായോ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വലുതായി ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ അവള്
തീരെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാത്തതായിരുന്നു. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ചൊക്കെ അവള് എല്ലാവരോടും സംസാരിച്ചു തുടങ്ങി. അവള് ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും 7th 8th പഠിക്കുമ്പോൾ ഇവള് ഫ്രണ്ട്സ് വീടിൻ്റെ അടുത്തുള്ള വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് വരാനൊക്കെ പറയും. സ്കൂളിൽ വെച്ച് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവളൊന്നും മിണ്ടില്ല. അവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മിണ്ടാണ്ട് ചിരിച്ചിരിക്കും. അവൾക്ക് സംസാരിക്കാനുള്ളൊരു മടി. അപ്പോൾ ഞാൻ പോയിട്ട് വേണം അവരോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ കണ്ണം വന്നിരുന്ന് അവർക്ക് കമ്പനി കൊടുക്കും. കണ്ണിരുന്ന് ഇങ്ങനെ സംസാരിക്കും അവരോട്. അവൻ്റെ ഫ്രണ്ട് പോലെയാ അവൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. എന്ന് വെച്ചാൽ ഇവളൊന്നും മിണ്ടില്ല. ഇവളിങ്ങനെ മിണ്ടാണ്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുള്ളൂ. അമ്മ ചായ കൊടുക്കുക അത് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവളൊന്നും മിണ്ടാത്ത കാരണം ആ കുട്ടികളൊക്കെ ചമ്മിയിട്ട് ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കും. അപ്പോൾ കണ്ണൻ ചെന്ന് അവരോട് സംസാരിച്ച് അങ്ങനെയാ. അപ്പം കണ്ണൻ വന്നിട്ട് പറയും, നീ ഫ്രണ്ട്സിനോട് വരാൻ പറയും, അത് കഴിഞ്ഞാൽ നീ മിണ്ടാതിരിക്കും, ഞാൻ പോയിട്ട് വേണം അവരോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വിളിച്ച് അവൻ തന്നെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിപ്പിച്ച് അങ്ങനെയൊക്കെ ആയി. ഇപ്പം കുറച്ചൊക്കെ അവള് മാറ്റം വന്നു തുടങ്ങി. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം അവള് ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും കൂടെ കൊണ്ട് നടന്ന് അവള് നന്നായി ഒക്കെ എല്ലാവരോടും ഒക്കെ സംസാരിച്ചു തുടങ്ങി. പിന്നെ ഇപ്പോൾ ഭയങ്കര ടോക്കറ്റീവ്. ഇപ്പൊ ഞാൻ എന്താ ഇങ്ങനെ കോട്ടുവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയാണെങ്കിൽ നമ്മുടെ വാവുകുട്ടി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ എൻ്റെ കണ്ണൊക്കെ ഭയങ്കര വെറുത്തിക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറങ്ങി, ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ അതാണ് കേട്ടോ ക്ഷീണം, അല്ലാണ്ട് വേറെ ഇതൊന്നല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വാഴ്ത കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളതാണ്. യൂട്യൂബ് വ്യൂസ് കുറയുമ്പോൾ സങ്കടം തോന്നുമോ? അതുപോലെ തന്നെ യൂട്യൂബ് ജേണി ക്വസ്റ്റ്യൻ എത്രാമത്തെ വീഡിയോ ആണ് കൂടുതൽ റീച്ച് കിട്ടിയത്? ഇതൊക്കെ ആട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ യൂട്യൂബ് വ്യൂസ് കുറയുമ്പോൾ സങ്കടം തോന്നുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് സങ്കടം തോന്നാറുണ്ട്. ആദ്യം ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്ഥിരം യൂട്യൂബ് ചാനൽ കാണുന്നവരായിരുന്നെങ്കിൽ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് പോയി, ഇപ്പോൾ വാട്ട 18 ഡേ ആണ് അവിടുത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ നിങ്ങൾ പോസ്റ്റ് ചെയ്തോ പറഞ്ഞു. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു 1.9K എത്രയോ എനിക്ക് വ്യൂ കിട്ടി. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറെ എന്തോ പണിയോ കാര്യങ്ങളോ ചെയ്യാൻ, അല്ലാണ്ട് അത് നോക്കിയിരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാൻ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1.9K കിട്ടിക്കണു. അപ്പോൾ ഈ സംഭവം കൊള്ളാലോ, ഒരു പ്രത്യേക ഒരു സന്തോഷവും കിട്ടുള്ളൂ ഇങ്ങനെ വ്യൂ കയറിയപ്പോൾ. അപ്പോൾ ഈ സംഭവം കൊള്ളാലോ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വ്യൂസൊക്കെ എനിക്ക് ആദ്യം ഒരു 1K 2K അങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ വന്നപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറാണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അത് നമുക്കിങ്ങനെ കയറിയിട്ടേ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കയറാണ്ടാവുമ്പോൾ ചിലപ്പോൾ എനിക്ക് ടൈമിന് വ്യത്യാസമൊക്കെ വരാറുണ്ട്. അതായത് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രാത്രി ആകുമ്പോഴേക്കും വ്യൂസ് കയറാറുണ്ട്. അത് ഞാൻ രാവിലെ തന്നെ പകരം ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വ്യൂസേ കയറാറുണ്ടായിരുന്നില്ല. അങ്ങനെ അൽഗോരിതത്തിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നെ ലോങ്ങിനല്ല അധികം കൂടുന്നത്, ഷോർട്സ് വീഡിയോക്കാണ് വീഡിയോസ് റീച്ച് കൂടുതലിട്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി എൻ്റെ ലോങ് വീഡിയോ ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുണ്ടാവില്ല. പിന്നെ ഞാൻ ഇന്നും രാവിലെ തന്നെ ഇട്ട് തുടങ്ങി. അപ്പം എനിക്ക് സെറ്റായി. ഇപ്പം 2 ദിവസമായിട്ട് അൽഗോരിതത്തിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അതായത് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളേക്ക് ആകുമ്പോഴാണ് വ്യൂസ് കയറണത്. അത് ഫുള്ള് കയറണില്ലേ 2-3 വീഡിയോസ്. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ 2 ദിവസമായിട്ട് ഇത്തിരി വിഷമത്തിലാണ്. കയറുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. ഇപ്പൊ ഒരു 3-4 മാസം, ഡെലിവറി കഴിഞ്ഞിട്ട് 4 മാസമൊക്കെ ആയിപ്പോലെ വീട്ടിലിരിക്കുമ്പോഴേ. അപ്പൊ വാവിയുള്ള കാര്യം എപ്പോഴും അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അവൾക്ക് തീരെ ടൈം ഡൗണില്ല, ഒന്നിൽ എൻഗേജ്ഡ് ആവണില്ല. എപ്പോഴും പുറത്ത് പോകണം, ചെറിയ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാനൊന്നും എപ്പോഴും പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പൊ അതാവുമ്പോ അതിൽ എൻഗേജ്ഡ് ആയിട്ട് അവൾ ഇരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആട്ടോ യൂട്യൂബ് ജേർണിനെ കുറിച്ചിട്ട്. അതപ്പോ അമ്മ പറഞ്ഞോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവൾക്ക്. തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ അവളുടെ ഹാപ്പിനെസ് ഇതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് പറയും, എന്തിനാ അതിനിപ്പോൾ അതൊന്നും ചെയ്യാന്നൊക്കെ ഉണ്ടാവും. അവനെ നോക്കും, നീ യൂട്യൂബ് ചാനലൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ വ്യൂസ് കിട്ടിയപ്പോൾ ഭയങ്കര ഡീമോട്ടിവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ചെയ്യും എനിക്ക് കിട്ടും. എനിക്ക് മനസ്സിലിങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ റീച്ച് ആവും. മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് റീച്ച് ആവും കേട്ടോ. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. അപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുട്ടീനെ അപ്പോൾ പെട്ടെന്ന് ഫോണിൽ എന്തോ സംഭവം വന്നു കേട്ടോ. അതായത് അപ്പോൾ കുട്ടീനെ നോക്കണ്ടല്ല, ഞാൻ പറഞ്ഞു അത്രയും ടൈമും കൂടിയും കുട്ടിക്ക് വേണ്ടി നീ സ്പെൻഡ് ചെയ്യാതെ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊന്നും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവള് നിർത്തും എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. അതിപ്പോൾ 2 ദിവസത്തേക്കൊരു
ഇഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തും. അപ്പോൾ അത്രയും സമയം അവള് കുട്ടിയുടെ അടുത്ത് കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അവള് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ വെയിറ്റ് ചെയ്തു, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് അവള് നിർത്തല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വ്യൂസും കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇപ്പം ദുബായിൽ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ പണികളൊന്നുമില്ല, വേറെ പുറത്തേക്ക് പോകാനൊന്നും ഇല്ല. സാറ്റർഡേ സൺഡേ മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ സമയം കുറെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ ചോദിച്ചത് വീഡിയോസ് എത്രാമത്തെ വീഡിയോ ആണ് കൂടുതൽ റീച്ച് കിട്ടിയത് ചോദിച്ചു. ഞാനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച്. അമ്മോട് ഞാൻ പറയാറുണ്ട്, അമ്മ എനിക്ക് 1 മില്യൺ, ഞാൻ വെറുതെ കൂടി പറയും, എനിക്ക് 100 മില്യൺ ഒക്കെ കിട്ടും, നോക്കിക്കോ അമ്മ, എനിക്ക് കിട്ടും. അപ്പൊ അമ്മ പറയാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ പ്രതീക്ഷിക്കുക. അമ്മ ഭയങ്കര ഡീമോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. എന്നാലും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ അമ്മ ഭയങ്കര മോട്ടിവേഷൻ ആണെങ്കിൽ അമ്മ എനിക്ക് ഓവറായിട്ട് എനിക്ക് സങ്കടം വരണ്ടെന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു അമ്മ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴല്ല, അമ്മ എപ്പോഴും ഞാൻ പറയും എനിക്ക് കയറും. അങ്ങനെ ഒരു വീഡിയോ എനിക്ക് 2.6 മില്യൺ കിട്ടി, പിന്നെ വേറൊരു വീഡിയോ 1 മില്യൺ ആയി. അപ്പൊ അങ്ങനെ കയറും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് റീച്ച് കിട്ടാണ്ടിരിക്കില്ല, അങ്ങനെ കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടിയേട്ടോ. ഇപ്പൊ ഞങ്ങൾക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഇവിടെ വെറുതെ ഇരിക്കാനുള്ളൂ. പിന്നെ ആ സമയത്ത് ഇവളുടെ കൂടെ ഇരിക്കാനും പിന്നെ ഇതില് കുറെ വ്യൂവേഴ്സും ഒക്കെ ആയിപ്പോ കുറെ ഫോളോവേഴ്സ് ആയി ഇപ്പൊ അവൾക്ക്. അപ്പൊ അവരൊക്കെ ഓരോ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും നമ്മുടെ ഒരു ഫാമിലിയിൽ, നമ്മളിപ്പോ ഇവിടെ ആകുമ്പോ ഒറ്റപ്പെട്ട പോലെയല്ല ഇപ്പൊ തോന്നുന്നത്. നാട്ടിലുള്ള ആരെയും കാണാനും പിടിക്കാനൊന്നും പറ്റണമെന്നില്ല. അപ്പൊ ഈ വ്യൂസും ഇതൊക്കെ കാണുമ്പോഴും ഇവര് ഫോളോവേഴ്സിന്റെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അടുത്തത് എൻ്റെ ഹൗ വാസ് യുവർ പ്രഗ്നൻസി ജേർണി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഇതെന്ന്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളും പല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് ഡിപ്രഷൻ ആയിരുന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിലൊക്കെ ഭയങ്കര ഡിപ്രഷനായിരുന്നു കേട്ടോ, പ്രഗ്നൻസി ടൈമിൽ. കാരണം എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക, ഏട്ടനില്ലേ കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല പ്രഗ്നൻസി ജേർണി. യൂഷ്വലി എല്ലാവർക്കും ഞാൻ കേട്ടിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു, എനിക്ക് അങ്ങനെ ഹാപ്പി ആയിരുന്നില്ല. ഏട്ടൻ ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഒരു ഇതുപോലെ ആയിരുന്നു, എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഏട്ടനും ഉണ്ട്, വാക്കുട്ടും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുമാണ്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വേഗം പറയുന്നുണ്ട് കാരണം അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ ഹൗ മച്ച് യു ലവ് യുവർ ഹസ്ബൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരോ ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോഴും ഞാൻ മൂശാട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്കൂടും, ഞാൻ ഇടികൂടും ഒക്കെ ചെയ്യും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടു ബാബി തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വഴക്കൊക്കെ കൂടും. അന്നത്തെ ദിവസം കിടക്കാൻ എനിക്ക് പറ്റില്ല, വഴക്ക് കൂട്ടിയിട്ട് കിടക്കാൻ അതൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫ്രണ്ട്സ് ആവട്ടെ, അങ്ങനെയാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ നാട്ടിലായിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഓരോന്ന് മെസ്സേജ് അയച്ചിട്ട് തല്ലുകൂടിയിരിക്കുമ്പോൾ ഞാൻ അവളോട് പറയും, നീ സംസാരിക്കേണ്ട, മിണ്ടാണ്ടിരുന്നോ, എൻ്റെ അടുത്തല്ലേ ഇവിടെ കിടക്കാറ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അപ്പം മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഒന്നും അയക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി വെക്കൂട്ടാ. ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഫോൺ എടുത്തിട്ട് രണ്ടാളും കൂടി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നത് തല്ലുകൂടി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടി തല്ലുകൂടണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അത് അവൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തല്ലുകൂടാന്ന് വെച്ചിട്ട് ഞാൻ ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉറക്കം കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. രാഹുൽ പാവമായി എപ്പോഴും സപ്പോർട്ടീവായിട്ട് ഇവളെ കളിപ്പിക്കാൻ നോക്കുന്നതാണ്. അത് അവൾക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ലേ പല കാര്യങ്ങളും. എനിക്ക് ഏട്ടുബാബിയെ കാണാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, എനിക്ക് ചിരി വരുന്നൊക്കെ. അപ്പൊ ഏട്ടുബാബിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കാണ് ഏട്ടുബാബിനെ കൂടുതൽ ഇഷ്ടം കേട്ടോ, എനിക്ക് പറയണം തോന്നി. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ ഓരോ കാര്യങ്ങള്. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ആണ് ഞാൻ കമന്റ് ബോക്സിൽ ഇടാട്ടോ. ഞാനിപ്പോൾ മറന്നു, ഞാനിപ്പോൾ ഒരു ലിപ് ടിൻ്റാണ് ഇട്ടേക്കണേ. അപ്പോൾ യൂഷ്വലി ഞാൻ ഇടാറുള്ള ഷുഗറിൻ്റെ ഒരു ഇതാണ്. ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ, കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ Q&A ഇനി ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ, നമുക്കതുപോലെ ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ചേച്ചി വെളുത്തത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരുന്നു, അധികം ഇല്ല, അത് ചേച്ചിയുടെ സീക്രറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ യൂഷ്വലി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അധികം എന്താ പറയാ മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ തടി വെച്ചു, പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ വെളുത്തത്.
അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ Q&A. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇനി വേറെ Q&A വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.